നമസ്കാരം, ശ്രീഭാഗ്യ ഫാഷൻസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. റെഡിമെയ്ഡ് ബ്ലൗസ് ഇതിനു മുമ്പേ ഒരുപാട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ഇന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ഇന്ന് കാണിക്കുന്ന സൈസ് എന്ന് പറയുന്നത് 38-40 സൈസാണ്. ഇത് പർച്ചേസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രാ സൈസിൽ നിന്ന് ഒരു സൈസ് കൂട്ടി വേണം പർച്ചേസ് ചെയ്യാൻ. അപ്പോൾ ഇന്ന് 38-40 ആണ്. അപ്പം 36 ആർക്ക് ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് 40 എടുത്താലും നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ഷേപ്പ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. നല്ല ഒരു ഇഞ്ചോളം തയ്യൽ തുമ്പ് അതിൽ വിട്ടിട്ടുണ്ട്. രണ്ട് സൈഡും ഓരോ ഇഞ്ച് വീതം തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പം നമുക്ക് ഫസ്റ്റ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് വിചിത്രയാണ്. വിചിത്രയിൽ കുറച്ചധികം ബ്ലൗസ് നമ്മൾ ഇതുപോലെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡാണ്, ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ്. ഇതുപോലെ വരുന്നുണ്ട്. ഇത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ ഫസ്റ്റ് വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ടാവും, അവർക്ക് വേണ്ടിയാണ്. ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ്. ഫ്രണ്ടിൽ ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് കട്ടിങ് വരുന്നത് പ്രിൻസസ് കട്ടിങ് ആണ്. രണ്ട് സൈഡിലും ആ ഒരു പ്രിൻസസ് കട്ടിങ് ഇങ്ങനെ വരുന്നുണ്ട്. ഉള്ളിൽ രണ്ട് സൈഡും പാഡ് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ക്രേപ്പിന്റെ ലൈനിങ് ആണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. അത് പോയിട്ട് ഇതിന്റെ ബാക്കിലായിട്ട് ഇതുപോലെ ഡോറീസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഡോറീസ് അപ്പം നമുക്ക് ഈ ഷോൾഡർ ഇങ്ങനെ കിഴിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം വരില്ല. ഈ ഡോറീസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഈ ഡോറീസ് വേണ്ടാന്നുള്ളവർക്കും വേണമെങ്കിൽ നമുക്കിത് റിമൂവ് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിനെ രണ്ടും റിമൂവ് ചെയ്താൽ അത് ഉപയോഗിക്കാൻ വേണ്ട ഇഷ്ടമില്ലാത്തവർക്ക് അതങ്ങ് മാറ്റിക്കളയാം. അതുപോലെ ഫ്രണ്ടിലെ ആ ഒരു പാഡ് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ മാറ്റിക്കളയാം. അത് ലൈനിങ്ങിന്റെ ഉള്ളിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്നാൽ അത് സ്റ്റിച്ച് നമുക്ക് പൊളിക്കേണ്ടി വരും. ഉള്ളിൽ സ്റ്റിച്ച് പൊളിക്കേണ്ടി വരും. കണ്ടു, ഏകദേശം നല്ല തയ്യൽ തുമ്പിലാണ്. ഉള്ളിൽ ഓവർലോക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പ് കൂടെ ഇത്രയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. വണ്ണം വേണമെങ്കിൽ എത്ര വേണോ കുറയ്ക്കാം, പക്ഷെ കൂട്ടുക വേണമെങ്കിൽ ഓരോ ഇഞ്ച് വീതം രണ്ട് സൈഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ കാണിക്കുന്നത് 38-40. അപ്പോൾ ഇത് രണ്ട് സൈസുകാർ മാത്രം എൻക്വയറി ഇടുക. ഇതുപോലെ വരുന്നുണ്ട്. ഫസ്റ്റ് വൺ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ്. സെക്കൻഡ് വരുന്നത് പിസ്തയിൽ ഒരു ഡാർക്കാണ്, ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. ഇതിന്റെ തന്നെ നമുക്ക് ലൈറ്റ് ഷെയ്ഡ് കൂടെ ഉണ്ട്. കണ്ടോ, ഇതൊരു കുറച്ച് അതിൽ നിന്നും കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ്. നമുക്ക് ഇതുപോലെ വിചിത്രയുടെ സാരി ഉണ്ടല്ലോ, വിചിത്രയിൽ ഇതുപോലെ ഇങ്ങനെ ഈ ഫർ ലൈൻ പോകുന്ന സാരീസിന്റെ കൂടെയൊക്കെ നമുക്ക് മേച്ചാക്കാം. വേണമെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലാതെ സെയിം അതേ സാരി ഉണ്ടെങ്കിൽ അതിന് തന്നെ പെയറാക്കി നമുക്ക് എടുക്കുകയും ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഈ സാരിക്ക് വേണമെങ്കിൽ ഈ ബ്ലൗസ് യൂസ് ചെയ്യാം. അതുപോലെ ഈ സാരിയാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് തന്നെ ബ്ലൗസ് യൂസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം. ഇത് പിസ്തയിലൊരു ലൈറ്റ് ഷെയ്ഡാണ്. ആദ്യം പറഞ്ഞ അതേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ്. ഒരു നെക്ക്, റൗണ്ട് നെക്ക് ഇതുപോലെയാണ് വരുന്നത്. സ്ലീവ് ഇത്രയും വരുന്നുണ്ട്. നമ്മളെ എൽബോ സ്ലീവിന് കുറച്ച് മുകളിൽ കയറിയിട്ടുള്ള ഒരു സ്ലീവ് ആയിരിക്കും വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ്. അതിൽ നിന്നും ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇതിൽ പ്രൈസ് വരുന്നത് 335 ആണ്. 335 രൂപ വരുന്നുണ്ട്. ഷിപ്പിംഗ് ചാർജ് കൂടെ എടുക്കും. ഇതിൽ ഞാൻ പലതും പല പ്രൈസ് റേഞ്ച് ആയിരിക്കും. ഇനി കോട്ടണും വേറെ കുറച്ച് മെറ്റീരിയലൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യാസമായിരിക്കും. ഓരോന്നും പലതും പല റേറ്റ് ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് പർപ്പിൾ ആണ്. ഭംഗിയുള്ളൊരു പർപ്പിൾ ഷെയ്ഡാണ്. ഏകദേശം നമുക്കൊരു ലൈറ്റ് ഷെയ്ഡിന്റെ കൂടെയൊക്കെ സാരി, ഇതുപോലത്തെ വിചിത്രയുടെ സാരി ഉള്ളവർക്ക് നമുക്ക് ഈ ബ്ലൗസ്, ഈ ലൈറ്റ് കളർ ഉള്ളവർക്ക് ഈ ഡാർക്ക് ഷെയ്ഡ് ഉപയോഗിക്കാം. ഡാർക്ക് ഒരു പർപ്പിൾ ഷെയ്ഡാണ്, ഭംഗിയുള്ളൊരു പർപ്പിൾ ഷെയ്ഡ്. ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ്. ഭംഗിയുള്ളൊരു ലാവൻഡർ ഷെയ്ഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. പോലെ വരുന്നുണ്ട് ടൊമാറ്റോ റെഡ്. അതിലൊരു ഗോൾഡൻ ബൂട്ടാസ് ആണ് ഇങ്ങനെ പോയിട്ടുള്ളത്. ഗോൾഡൻ കളറാണ് ഇതുപോലെ പോയിട്ടുണ്ട്. മെറ്റീരിയൽ ഒരു കോട്ടൺ ജൂട്ടിന്റെ ഒരു മെറ്റീരിയലാണ്. ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ആണ്. ഭംഗിയുള്ളൊരു റോയൽ ബ്ലൂ ഷെയ്ഡാണ്. ഇതുപോലെ വരുന്നുണ്ട്. ഇതിൽ ആൾ ഓവർ ബോഡിയിൽ ഇതുപോലെ കുഞ്ഞു ബൂട്ടാസ് ഇങ്ങനെ പോയിട്ടുണ്ട്. ഭംഗിയുള്ള കളർ ഷെയ്ഡാണ്. ഇതുപോലെ വരുന്നുണ്ട് ബ്ലൗസ്. ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് ഒരു ലാവൻഡർ ആണ്. ഭംഗിയുള്ളൊരു ലാവൻഡർ ഷെയ്ഡ് ഇതുപോലെ വരുന്നുണ്ട്. ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇതിൽ കുഞ്ഞു അതുപോലെ തന്നെ ആ ഒരു കോട്ടൺ ജൂട്ടിന്റെ മെറ്റീരിയൽ ആണ്. ഇതുപോലെ സെൽഫായിട്ട് ഒരു ബൂട്ടാസ് ഇങ്ങനെ പോയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെയാണ്. നല്ലൊരു റെഡാണ്. നല്ല ഭംഗിയുള്ള ഒരു റെഡാണ്. ചില്ലി റെഡാണ്. ഭംഗി ഇതുപോലെ വരുന്നുണ്ട്. അതിന്റെ ബൂട്ടാസ് ഇതുപോലെ പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. എൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെ.
നെക്സ്റ്റ് വരുന്നത് ബ്ലൂ തന്നെയാണ്. റോയൽ ബ്ലൂവിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതിലൊരു ബൂട്ടാസ്, ഇത് സിൽവറും ഗോൾഡനും കൂടെ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു ബൂട്ടാസ് ആൾ ഓവർ ബോഡിയിൽ പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് വന്ന് നല്ലൊരു മജന്തയാണ്, ഭംഗിയുള്ളൊരു മജന്ത ഷെയ്ഡ്. അതിലൊരു സിൽവറും ഒരു ആൻറ്റി കളറും കൂടെ ഉള്ളൊരു പോയിട്ടുണ്ട്. കോപ്പർ ഷെയ്ഡായിട്ടുള്ളൊരു ബൂട്ടാസ് ആണ് ഇങ്ങനെ പോയിട്ടുള്ളത്. ഇതുപോലെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെ. ഇതിൽ പ്രൈസ് റേഞ്ച് വ്യത്യാസമുണ്ട്. ഇത് വരുന്നത് 360 ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 360 പ്ലസ് ഷിപ്പിംഗ് ആണ്. നെക്സ്റ്റ് വരുന്നതും ഒരു മജന്തയില് വേറൊരു വെറൈറ്റി ആണ്. ഇങ്ങനെ കുഞ്ഞു ബൂട്ടാസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഈ ബ്ലൗസ് എടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള സാരി നമുക്ക് ഉപയോഗിക്കാം. ഇതിലിപ്പോ യെല്ലോ പോയിട്ടുണ്ട്, ബ്ലൂ ഒക്കെ പോയിട്ടുണ്ട്. അപ്പം ബ്ലൂ സാരിയിൽ യെല്ലോ സാരിക്കൊക്കെ നമുക്ക് ഈ ബ്ലൗസ് മാച്ച് ആക്കാം. ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് വരുന്നത് ഒരു പീക്കോക്ക് ഗ്രീൻ ആണ്. പീക്കോക്ക് ഗ്രീൻ നമുക്ക് വീഡിയോയിൽ ചിലപ്പോൾ ഒരു ബ്ലൂ പോലെ തോന്നും. ഗ്രീൻ ആണ്, പീക്കോക്ക് ഗ്രീൻ ആണ്. ഇതുപോലെ വരുന്നത്. ബാക്ക് പോർഷന് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ആണ്. നേവി ബ്ലൂവിൽ ഇതുപോലത്തെ പ്രിന്റുകളാണ്. സിൽവറും ഗോൾഡനും ആയിട്ടുള്ള ആ ഒരു ബൂട്ടാസ് ആണ് ഇങ്ങനെ പോയിട്ടുള്ളത്. ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ്. നെക്സ്റ്റ് നമ്മൾ ഇനി കാണാൻ പോകുന്ന കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. കോട്ടണിൽ ആ ഒരു കലങ്കാരി പ്രിന്റുകൾ ഉണ്ടല്ലോ, അതേ ഒരു പ്രിന്റ് ആണ് ഇങ്ങനെ പോയിട്ടുള്ളത്. ഇത് വരുന്നത് നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡാണ്, ഭംഗിയുള്ളൊരു ടീൽ ബ്ലൂ. ഈ പ്രിന്റ് വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ബ്ലൂ എടുത്ത് കാണിക്കുന്നില്ല. ബ്ലൂ ആണ്, ഭംഗിയുള്ള ബ്ലൂ. ഇതാണ് എൻ്റെ ലൈനിങ്ങിന്റെ ക്ലോത്ത് വരുന്നത്. ഇതാണ് കറക്റ്റ് ആ ബ്ലൂ ഷെയ്ഡ്. ബ്ലൂവിൽ വൈറ്റ് കയറിയത് കൊണ്ടാണ് ഇതുപോലെ പ്രിന്റുകൾ. നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് ആണ്. ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്. പിങ്കും അതിൽ വൈറ്റ് ഫ്ലവേഴ്സും ആണ് പോയിട്ടുള്ളത്. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്രിക്ക് റെഡ് ആണ്. ഭംഗിയുള്ളൊരു ബ്രിക്ക് റെഡിൽ ഫ്ലോറൽ ഡിസൈൻ ആണ് പോയിട്ടുള്ളത്. ഇങ്ങനെ വരുന്നു. ബാക്ക് പോർഷന് ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് ഒരു മെറൂൺ ആണ്. മെറൂണിൽ ആ ഒരു ഫ്ലോറൽ ഡിസൈൻ ഇങ്ങനെ പോയിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണ് ഇതുപോലെ പോയിട്ടുണ്ട്. ബാക്ക് പോർഷന് ഇങ്ങനെ വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഒരു ബ്രിക്ക് റെഡ് ആണ്. ഇതുപോലെ വരുന്നുണ്ട് ബ്രിക്ക് റെഡ്. ഇപ്പോൾ നമുക്ക് പ്ലെയിൻ സാരിയും ജോർജറ്റ് സാരിയും ചില സാരിക്ക് നമുക്ക് കറക്റ്റ് ആ ഒരു മാച്ച് ബ്ലൗസ് തന്നെ ഇടണമെന്നില്ല. ഇതുപോലത്തെ നല്ല അതിൽ ഏതെങ്കിലും ഒരു പൂക്കളുടെ കളറോ എന്തെങ്കിലും ഒരു പ്രിന്റിന്റെ കളറോ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലൗസ് അതൊക്കെ മാച്ച് ആക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ആണ്. ഭംഗിയുള്ളൊരു റോയൽ ബ്ലൂ ഷെയ്ഡാണ്. ഇത് ഏകദേശം നമ്മുടെ കേരള സാരിയിൽ സിൽവർ ഷെയ്ഡ് സാരി ഉണ്ടല്ലോ, അതിനൊക്കെ നല്ല മാച്ചാണ്. സൂപ്പറായിട്ട് മാച്ച് ആവും ഈ ബ്ലൂ ഷെയ്ഡ്. കണ്ടോ, ഇതാണ് അതിന്റെ കറക്റ്റ് ബ്ലൂ കളർ. ഇതാണ് അതിന്റെ ലൈനിങ്ങിന്റെ കളറാണ്. ഈ വൈറ്റ് പ്രിന്റ് കയറിയത് കൊണ്ടാണ് ക്യാമറയിൽ കുറച്ചുകൂടെ ഒരു ഇതായിട്ട് വൈറ്റ് പോലെ കാണുന്നത്. ഇങ്ങനെയാണ് വരുന്നത് അതിന്റെ പ്രിന്റ്. നെക്സ്റ്റ് വരുന്നത് ഒരു അക്വ ഗ്രീൻ ആണ്. ഇതുപോലെ വരുന്നുണ്ട്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ്. ആദ്യം ഞാൻ ഫീച്ചേഴ്സ് ഒക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബ്രാ സൈസിൽ നിന്ന് ഒരു സൈസ് കൂട്ടി വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. നമുക്ക് അവൈലബിൾ ആയിട്ട് സൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ വീഡിയോ കാണിക്കുന്നത് നമ്മൾ 38ഉം 40ഉം ആണ്. അപ്പം 36കാർക്ക് എന്തായാലും ഇത് രണ്ടിലും ഉപയോഗിക്കാൻ പറ്റും. 38 എടുക്കുന്നവർ 40 തന്നെ പർച്ചേസ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു ബ്ലൂ ഷെയ്ഡാണ്. ഒരു പീകോക്ക് ബ്ലൂ ആണ്. ഇതുപോലെ വരുന്നുണ്ട്. അതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. അജറക്കാണ്. അജറക്കിന്റെ പ്രിന്റുകളാണ് ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻ വരുന്നത്. ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെ. ഫ്രണ്ടില് ഇതുപോലെ ബട്ടൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റിച്ചിങ്, നമ്മുടെ ഇത് കീപ്പ് ചെയ്യേണ്ട സൗകര്യത്തിന് നമ്മൾ ടൈലറിംഗുകാർ ഇവിടെ ഫുൾ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ഒരു സ്റ്റിച്ച് ചിലതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റിച്ച് ഇളക്കിയിട്ട് വേണം മാത്രം നമ്മൾ ഉപയോഗിക്കാം. ഫ്രണ്ട് ഇങ്ങനെ ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഫുള്ളിലും ഇതുപോലെ ഹൂക്ക് ഉണ്ട്. നിറയെ ഒരുപാട് ഹൂക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്.
നെക്സ്റ്റ് വരുന്നത് ഇതുപോലെയാണ്, നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിൽ ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻ വരുന്നുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ ബാക്ക് പോർഷൻ വരുന്നത്. നെക്സ്റ്റ് വന്നത് ബ്ലൂവിൽ തന്നെ ഒരു റോയൽ ബ്ലൂവിൽ കുറച്ച് പ്രിന്റിൽ വ്യത്യാസമായിട്ട് വരുന്നുണ്ട്. ഇതുപോലെ വരുന്നുണ്ട്. ഇതിന് മുന്നേ കാണിച്ചു എന്ന് തോന്നുന്നു. ഇതുപോലെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കോട്ടൺ ബ്ലൗസുകളാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴും എൻക്വയറി വന്നുകൊണ്ടിരിക്കുകയാണ്. 40ക്ക് മുകളിലുള്ള സൈസുകളാണ് ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട്. നമ്മളും അതുപോലെ എൻക്വയറി നമ്മുടെ ഡീലേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മുടെ ഷോപ്പിലെ കളക്ഷൻസ് സ്റ്റോക്ക് ക്ലിയറൻസ് ആയിട്ട് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു മെസ്സേജ് ഇടുക. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് 36കാർക്ക് എന്തായാലും ഇത് രണ്ടും ഉപയോഗിക്കാം. പക്ഷെ 38കാർ ഒന്ന് വീഡിയോ ചോദിക്കുക. 38 40 തന്നെ പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഒരു ബെല്ലൈക്കൺ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തത്. ഓക്കെ, താങ്ക് യു.